മലയാള നോവൽ സാഹിത്യത്തിന് കാലം ആവശ്യപ്പെടും ഒരു തുറസ് സാധ്യമാകുന്നത് ഫ്രാൻസിസ് ഇട്ടിക്കോറയിലൂടെയാണ്. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, മാമ ആഫ്രിക്ക തുടങ്ങി തുടർകൃതികളിലൂടെ ലോക ഭൂപടം മലയാളി വായന മുറിയിൽ നിവർത്തിയിടാൻ ആ എഴുത്തുകൾക്കായി. നോവൽ മാത്രമല്ല, കഥ, തിരക്കഥ, സംഭാഷണം, വിവർത്തനം, അങ്ങനെ വിവിധങ്ങളായ സാഹിത്യ ശാഖകളിൽ കുറഞ്ഞ കാലം കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച ടി രാമകൃഷ്ണനാണ് സോൾസേസിലെ ഇത്തവണത്തെ അതിഥി. ആത്മഭാഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ചെറുപ്പം മുതലേ പുസ്തകം വായിക്കുമായിരുന്നു. വായിക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യം. വായനയിലേക്ക് എത്താൻ ചില കാരണങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ വിചിത്രമായിട്ട് തോന്നാം. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ വായനയിലേക്ക് പോകുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ ആസ്മാറ്റിക്കാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അന്ന് അതേപോലത്തെ മരുന്നുകളൊന്നും ഇല്ലല്ലോ ആസ്മയ്ക്കൊന്നും. അപ്പോൾ നമുക്കതിലൊന്നും ചേരാൻ പറ്റില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു, എല്ലാവരും പറയും വയ്യാത്ത കുട്ടിയാണ്. അപ്പോൾ വീട്ടിലും അമ്മയൊക്കെ പറയും കളിക്കാനൊന്നും പോകണ്ട, വേർത്താൽ അത് വരും ഇത് വരും. അപ്പം ആകെ ചെയ്യാവുന്നൊരു കാര്യമായിട്ട് എത്തുന്നത് പുസ്തകം വായിക്കാനാണ്. അത് മറ്റൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരാളാണെന്നുള്ള തരത്തിൽ വായിച്ചു തുടങ്ങുക. പക്ഷെ അത് വായിച്ച് നമുക്ക് അതിലൊരു ഇഷ്ടം തോന്നുന്നു. അമ്മ വായിക്കുമായിരുന്നു. ഞാൻ ഇയാൾ അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കറണ്ടൊന്നുമില്ല. പിന്നീടാണ് കറണ്ട്. ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം കറണ്ട്. നാട്ടിലൊരു വായനശാലയുണ്ട്, ഗ്രാമീണ വായനശാല. അവിടെ പോയിട്ട് പുസ്തകം എടുത്തുകൊണ്ട്, അന്നത്തെ വായനശാല ഇപ്പോൾ ഉള്ള പോലെയല്ല, ഒരു ചെറിയ ആകെ ഒരു ഷെൽഫൊക്കെ ഉള്ളൂ വായനശാല എന്ന് പറയുന്നത്. അവിടെ ഒരു 1500 പുസ്തകമുണ്ട്. എന്ന് ഏതെങ്കിലും പുസ്തകം എടുത്തിട്ട് വരിക. അപ്പം ഞാനാണ് പുസ്തകം എടുക്കാൻ പോകുന്ന ആൾ. അമ്മയും ആസ്മാറ്റിക്കാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും പുസ്തകം ഇരുന്ന് വായിക്കും. 2 പുസ്തകം കൊണ്ടുവരാം. അത് കഴിഞ്ഞാൽ അത് വീണ്ടും അമ്മ വായിച്ച പുസ്തകം ഞാൻ വായിക്കും. അത് എന്താണെന്നൊന്നും നോക്കിയിട്ടല്ല, അങ്ങനെ വായിക്കും. അപ്പം അമ്മ നല്ലോണം വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഈ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തിട്ട് വരാം. ബംഗാളി, അതുപോലെ റഷ്യൻ, ഇതിൻ്റെയൊക്കെ പരിഭാഷകൾ, വലിയ പുസ്തകം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി തിരിച്ച്. അപ്പം ഇങ്ങനെ വായിച്ചിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മ മരിച്ചു. അമ്മയ്ക്ക് അന്ന് 33 വയസ്സ് ആവുന്നത്. അപ്പോൾ ഇതിനു മുമ്പെയാണ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഈ പുസ്തകം കഴിയാറാകുമ്പോൾ അമ്മ പറയും വായനശാലയിൽ നിന്ന് അടുത്തെടുത്തിട്ട് വരാം. അപ്പം ഇങ്ങനെ വായിച്ച അങ്ങനെയുള്ളൊരു ബന്ധമാണ് എനിക്ക് പുസ്തകങ്ങളോടും വായനയോടും തുടങ്ങും. അത് ഇന്ന തരത്തിലുള്ള പുസ്തകം അല്ലെങ്കിൽ അതൊന്നുമില്ല. ഫിക്ഷനാണ് വായിക്കുന്നത്, നോവലുകളാണ്. അപ്പം അതങ്ങനെ വായിച്ച് പിന്നെ അമ്മയൊക്കെ മരിച്ചപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ നിന്നൊക്കെ മാറി ആലുവയിലേക്ക് പോകുന്നു. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ അടുത്താണ് പിന്നെ താമസിക്കുന്നത്. ഈ UC കോളേജിൽ പഠിക്കുന്നു. ഞാൻ UC കോളേജിൽ ചേരുന്ന എമർജൻസി കാലത്ത് 76 അവിടെ ചെന്നപ്പോൾ UCയിൽ ചെന്നത് എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം വരും, നല്ലൊരു എക്സ്പോഷറായി. അപ്പം അതുവരെ എരുമപ്പെട്ടി സ്കൂളിലും ഒക്കെ പഠിച്ച് UC കോളേജിലേക്ക് ചെല്ലുമ്പോൾ വേറൊരു ലോകത്തിലേക്കാണ് ചെല്ലും. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. ഞാൻ 10ാം ക്ലാസ് പാസ്സാവുന്ന സമയത്ത് എൻ്റെ സ്കൂളിൻ്റെ റിസൾട്ട് 8%. എൻ്റെ ക്ലാസ്സിൽ നിന്ന് ആകെ 2 ആളെ ജയിക്കുന്നു. അപ്പോഴും കുറച്ച് ആളുകളെ ജയിപ്പിക്കാനുള്ള എന്തൊക്കെയോ മോഡറേഷൻ ഒക്കെ തുടങ്ങിയ കാലം. എന്നിട്ട് ഇത്രയും ജയിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് UCയിൽ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ കുറേ കൂടെ എലീറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ കുറേ കൂടെ സൗകര്യമുണ്ട്. ഞാനവിടെ താമസിച്ചിരുന്ന വീട്ടിൽ വലിയൊരു 10-40 ആളുള്ള വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ദിവസം 5 പത്രം വരുത്തുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് പത്രവും 4 മലയാളം പത്രങ്ങളും.
നേരത്തെ തന്നെ അവിടെ എല്ലാവരും പേപ്പർ വായിക്കും. അപ്പം ഇതൊക്കെ നമുക്ക് വായിക്കാനുള്ള പിന്നെ ആ ക്യാമ്പസും ആ കാലത്ത് നല്ല ഈ എമർജൻസി കഴിയുമ്പോഴാണ് ക്യാമ്പസ് വല്ലാതെ ഇതാവുന്നത്. അപ്പം അങ്ങനെ തുടക്കം മുതലേ വായന കൂടെയുണ്ട്. ഞാനൊരു സ്പോർട്സ് ഇതിലും പങ്കെടുത്തിട്ടില്ല. ഈ ആരോഗ്യത്തിൻ്റെ ഇതൊക്കെ കാരണം. പിന്നെ അങ്ങനെ കുറച്ച് എഴുതണത് തോന്നുന്നു വെച്ചാൽ ഈ കോളേജ് പഠിക്കുന്ന കാലത്ത് അതിനെ പോയട്രി എന്ന് പറയാൻ പറ്റില്ല, പദ്യം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് എന്നെ പഠിപ്പിച്ചിരുന്ന തോന്നക്കൽ നാരായണൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അദ്ദേഹം വീണപൂവൊക്കെ അങ്ങനെ പഠിപ്പിക്കും. അപ്പം അതിൻ്റെ ആ റിതം ഇതൊക്കെ നോക്കി. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു കവിത എഴുതിയിട്ട് കോളേജ് മാഗസിന് കൊടുത്തു. അത് കോളേജ് മാഗസിനിൽ വളരെ ഗംഭീരമായിട്ട് ആദ്യത്തെ ഇതിൽ തന്നെ പ്രസിദ്ധീകരിച്ചു വന്നു. അടുത്തിടയ്ക്ക് ഞാൻ കോളേജിൽ പോയപ്പോൾ അവർ പഴയ കോളേജ് മാഗസിൻ എടുത്ത് കാണിച്ചു തന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വലുതായിട്ട് തുടർന്ന് എഴുതാൻ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ കോളേജിൽ ലിറ്റററി പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി കേൾക്കും. ഈ 77-ലൊക്കെ എമർജൻസി കഴിഞ്ഞ സമയത്ത് സച്ചിമാഷ്, കടമ്മനിട്ട, വിനയേന്ദ്രൻ സാറൊക്കെ വരുന്നത്, ബാലേന്ദ്രനെ കുറിച്ചെല്ലാം പഠിക്കുന്ന അവിടെ. അങ്ങനെ വളരെ നല്ലൊരു ക്യാമ്പസ്. അപ്പോൾ ഷാജി, KN ഷാജി, പ്രിയദാസ്, അങ്ങനെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് ആളുകൾ. അപ്പോൾ ഇവരൊക്കെയായിട്ട് സൗഹൃദങ്ങൾ. പക്ഷെ അപ്പോഴും ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രിക്ക് ഇതാണ് മാത്സ് ഫിസിക്സ് ഗ്രൂപ്പും, പിന്നീട് ഡിഗ്രിക്ക് ഫിസിക്സും പഠിച്ചത്. എനിക്ക് കുറച്ചും കൂടെ അത്തരം വിഷയങ്ങളോടായിരുന്നു കുറച്ചും കൂടെ താല്പര്യം. സയൻസിനോട് കൂടുതൽ, മാത്സിനോട് കൂടുതൽ താല്പര്യമുണ്ട്. സത്യം പറഞ്ഞാൽ മാത്സാണ് എന്നെ ഇപ്പോഴും ഏറ്റവും ഭ്രമിപ്പിക്കണ വിഷയം. ഞാൻ ഡിഗ്രി മാത്സിന് ചേർന്നു. മാത്സ് പഠിക്കണം എന്നുള്ളത് മാത്സിന് ചേർന്നു. എൻ്റെ ബ്രദർ, നേരിട്ടുള്ള ബ്രദറല്ല, അത് എൻ്റെ ഈ വല്യമ്മയുടെ മകൻ, എൻ്റെ ചേട്ടനായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ് മാത്സ് പഠിച്ചാൽ ജോലി കിട്ടാൻ വിഷമം, ഫിസിക്സ് പഠിച്ചാലാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ അതിൽ മാറ്റി ഫിസിക്സിൽ ചേർന്നു. സ്റ്റിൽ മാത്സായിട്ടുള്ളൊരു ബന്ധമുണ്ടായി. അപ്പോൾ ആ കാലത്ത് കോളേജിൽ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ECG സുദർശൻ ഞങ്ങളുടെ കോളേജിൽ വന്നിട്ട് ടോക്ക് നടന്നു. സുദർശന അന്ന് ഇങ്ങനെ പ്രശസ്തിയുടെ ഉച്ചത്തിൽ നിൽക്കുന്ന സമയം, ഈ ടോക്കി ഹൺസിന്റെ പേപ്പറൊക്കെ വന്ന സമയമാണ്. ഏത് നിമിഷവും നോബൽ സമ്മാനം കിട്ടും സുദർശൻ എന്ന്. അപ്പം ഞങ്ങൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഒരു വലിയൊരു ഹോളിൽ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ECG സുദർശന്റെ ടോക്ക് കേൾക്കുക. ഇപ്പോഴും എൻ്റെ മനസ്സിലാ അദ്ദേഹം നിന്ന് പറയണ രൂപമാണ്. വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെ ഒരു അനന്തതയെക്കുറിച്ചാണ് പുള്ളി പറഞ്ഞത്. അന്നൊന്നും ഞാനൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ഒരു നമ്മുടെ ഏകദേശം ഒരു ഉണ്ട് ഈ ഗൂഗ്ലോപ്ലെക്സ് ലെവലിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ ലെവലിലാണ് പുള്ളി പറയുന്ന കാര്യങ്ങൾ. അന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊന്നും പകുതി പോലും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എനിക്കെന്നല്ല അവിടെ കൂടിയിരിക്കണ ബഹുഭൂരിപക്ഷം ആൾക്കും. എങ്കിലും ECG സുദർശൻ നമ്മുടെ കോളേജിൽ വന്നു. അതും ഞങ്ങൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊരു ആവേശമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആ വിഷയങ്ങളായിരുന്നു കുറച്ചും കൂടെ താല്പര്യമുള്ളത്. ഞങ്ങളുടെ ലൈബ്രറിയിൽ സ്ഥിരമായിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു കോർണർ ഉണ്ടായിരുന്നു. ഒഴിവ് സമയങ്ങളിൽ കോളേജിലും വേറെ ഇതിലൊന്നും അധികം ഇല്ല, ഈ പുസ്തക വായന തന്നെയുള്ളൂ. പിന്നെ ഡിബേറ്റിംഗ് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തു. ഒരു ഡിബേറ്റിംഗ് ടീം ഉണ്ടായിരുന്നു, അതിലൊക്കെ പങ്കെടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഈ ഡിഗ്രി കഴിഞ്ഞതോടുകൂടെ റെയിൽവേ ജോലിക്ക് ചേരുക. പക്ഷേ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. ഈവൻ പ്രീ ഡിഗ്രി കഴിയുന്ന സമയത്ത് തന്നെ ആദ്യം ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്കാരെ പഠിപ്പിച്ചു. അപ്പോൾ എല്ലാം പഠിപ്പിച്ച അധികം മാത്സ് ആയിരുന്നു പഠിപ്പിച്ചത്. മാത്സ് ട്യൂഷന് നമ്മുടെ അടുത്തേക്ക് ആളുകൾ ധാരാളം, 2-3 തരത്തിലുള്ള ആളുകൾ വരും. ഒരു ഗ്രൂപ്പ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. വേറൊരു ഗ്രൂപ്പ് വരുന്നത് വളരെ സ്ട്രഗിളിങ്, SSLCക്കൊക്കെ തോറ്റുപോയിട്ട്
ഇപ്പം രണ്ട് ഗ്രൂപ്പിന് രണ്ട് തരത്തിൽ പഠിക്കും. ഇവർക്ക് ജയിക്കാനുള്ള ഫോർമുല, മറ്റവർക്ക് രണ്ട്. അപ്പം അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. പലരും കാണാറുണ്ട് പണ്ട് നമ്മൾ പഠിപ്പിച്ച ശിഷ്യന്മാരൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങനെ കുറേ കുട്ടികളെ പഠിപ്പിച്ചതുകൊണ്ടായിരിക്കുന്ന തോന്നുന്നു എനിക്ക് ഈ റെയിൽവേ ടെസ്റ്റൊക്കെ എഴുതിയപ്പോൾ ഞാൻ പെട്ടെന്ന് പാസ്സായി. ഈ ബേസിക്സ് നമ്മൾ തറായിരിക്കുമല്ലോ. അങ്ങനെ റെയിൽവേ ചേർന്ന് സേലത്താണ് ജോയിൻ ചെയ്യുന്നത്. ഇൻഫർമേഷൻ സെൻ്ററിലാണ്. ഇൻഫർമേഷൻ സെൻ്ററിൽ ചെന്ന് 81 എനിക്ക് വളരെ നേരത്തെ ജോലി കിട്ടി. 20 വയസ്സും ഒരു 5-6 മാസം പ്രായമുള്ളൂ സർവീസ് കയറുമ്പോൾ. അപ്പം അന്ന് ജോലിക്ക് ചേരണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇതേപോലെ ചേട്ടൻ പറഞ്ഞ് ഇപ്പം നീ ചേരണ്ട, PG ഒക്കെ കഴിഞ്ഞ് നല്ല ഏതെങ്കിലും ഇതിൽ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് ഒരു പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കൈ കിട്ടിയതല്ലേ, അതിൽ പോയി ചേരുകയല്ലേ നല്ലതെന്ന് അതും അങ്ങനെയാണ് പോയി ചേരുന്നു. അപ്പം ചേർന്ന് കഴിഞ്ഞ് തമിഴ്നാട്ടിലാണല്ലോ ചേർന്ന്. ഞാൻ ഒരു തമിഴൊന്നും അറിയാതെയാണ് ഇപ്പോൾ ഇൻഫർമേഷൻ സെൻ്ററിലാണ്. അപ്പോൾ ആളുകൾ വന്ന് നമ്മളോട് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാൻ ഒക്കെ വേണ്ടിയിട്ടാണ് തമിഴ് പഠിക്കണത്. തമിഴ് ഭാഷാ സഹായി വാങ്ങിയിട്ടാണ് ഞാൻ പോയത്. നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് സ്റ്റാളുകളേ ഇല്ല. മുമ്പുണ്ടായിരുന്നു ഹിഗ്ഗിംബോധംസ് ബുക്ക് സ്റ്റാൾ. അപ്പോൾ അതിൽ കന്നഡ മലയാളം, തമിഴ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുസ്തകങ്ങൾ ഇരിക്കേണ്ട ഒരു ബ്ലൂ റെഡ് ഒക്കെ കളർ. അപ്പോൾ അതിൽ ഒരു തമിഴ് മലയാളം ഭാഷാ സഹായി വാങ്ങിയിട്ടാണ് ഞാൻ പോയി ജോയിൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത്, പക്ഷെ എനിക്ക് തമിഴ് ഇഷ്ടമായി. ആ ഭാഷയുടെ ഒരു ഒരു താളവും ഒരു ഇൻറ്റിമസി നമ്മുടെ മലയാളത്തിനേക്കാൾ കൂടുതൽ ഒരു അടുപ്പം തോന്നുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സഖാവ് എന്ന് പറയും, തമിഴിൽ പറയുന്നത് തോഴർ. ഇപ്പം ഈ തോഴർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരടുപ്പം ഇതിൽ വരില്ല. ഇത് മോശമെന്നല്ല ഞാൻ പറയുന്നത്, മലയാളം മോശമെന്നുള്ള സ്ഥലത്തെ പറയുന്നത്, അങ്ങനെ ധരിക്കരുത്. തോഴർ എന്ന് പറയുമ്പോൾ എന്തോ കുറച്ചും കൂടി ഒരു അൻപ് തോഴർ, അൻപ് തോഴി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ക്ലോസ് ആണ്. നമുക്ക് തോളത്ത് കൈയിട്ടിട്ട് ഇതും അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഇതിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റഷ്യൻ ഇതൊക്കെ വായിച്ചിട്ട് ഈ സഖാവ് എന്ന് കേൾക്കുമ്പോൾ ഈ പക്കോ എന്നൊക്കെ പറയാം, എന്തോ അതൊരു റഷ്യൻ വാക്കാണ്. അതിൻ്റെ ആ റൈമിൽ തോന്നുന്നു ഇത് നല്ല വാക്കൊക്കെ തന്നെ. അപ്പം അങ്ങനെ ഈ തമിഴ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് തമിഴ് കുറേശ്ശെ വായിക്കാം. മലയാളം ഒന്നും ഈ വായിക്കുന്ന ഒരു ശീലമുള്ളതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ വലിയ സ്ട്രഗിൾ ചെയ്തത് വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടാൻ വലിയ വിഷമം. ചെന്നൈയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ സേലം അതുപോലെ ഈറോഡ് എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥലങ്ങളിൽ പെട്ടാൽ തമിഴ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ എൻ്റെ ഇതിൽ വേറെ എനിക്കൊന്നും ആക്സസിബിൾ ആയിരുന്നു. അപ്പം അങ്ങനെ തമിഴ് മാഗസിൻസ്, ആനന്ദ വികടൻ, കുമുദം, ഇദയം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന്. അപ്പം നമ്മളവിടെ ഡ്യൂട്ടിയിലുള്ളപ്പോൾ ഈ ഹിഗ്ഗിംബോധംസ് എന്ന് ഇത് ഓരോന്നെടുത്ത് കൊണ്ടുവന്ന് ഇരുന്ന് ഇങ്ങനെ വായിക്കാം. ഫ്രീ ടൈം ഉണ്ടാവും. അത് സേലം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ ചേർന്ന കാലത്തുള്ള ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ പകൽ ഒരു ട്രെയിൻ ഉണ്ടാവും. 2 ട്രെയിനാണ് പകലാകെ ഉള്ളത്. ഒരു മോർണിംഗ് ഒരു പാസഞ്ചർ ട്രെയിൻ പോകണമാണ്. അത് കഴിഞ്ഞ ഒരു കോവ എക്സ്പ്രസ്, വൈകുന്നേരം ഒരു കോവ എക്സ്പ്രസ് മദ്രാസിലേക്ക് പോകും. പകൽ ഡെസർട്ടഡ് ആയിരിക്കും റെയിൽവേ സ്റ്റേഷൻ. പ്രത്യേകിച്ച് ഉച്ച സമയത്തൊന്നും ആരുമില്ല. എന്നാൽ രാത്രി അതിന് വേണ്ടിയിട്ട് ഓരോ 10 മിനിറ്റിലും 2 സൈഡിലേക്കും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം മദ്രാസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികളും ഇവിടുന്ന് മദ്രാസിലേക്ക് പോകുന്ന വണ്ടി എല്ലാം സേലം സൈഡിൽ വെച്ച് അങ്ങോട്ടും പാസ് ചെയ്യും. സേലത്ത് രാത്രി 12 മണി, 1 മണി, 2 മണി, 3 മണി എന്ന് പറഞ്ഞാൽ വളരെ ബിസിയാണത്. ഫുൾ ടൈം ബസ് സർവീസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഈ രാത്രി. എന്നുവെച്ചാൽ രാത്രിയാണ് അവിടുത്തെ. അപ്പം ഈ പകലൊക്കെ നമ്മളിരിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ലേ, ആരും റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പോലും ഇല്ല ആളുകൾ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ആളുകളായിട്ട് നമ്മൾ ഉള്ളൊരു ബന്ധത്തൊന്നും ഭാഷ പഠിക്കില്ല. അങ്ങനെ എനിക്ക് തമിഴ് ഒരു 1-2 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും കംഫർട്ടബിളായി. അത്യാവശ്യം തപ്പിത്തടഞ്ഞൊക്കെ വായിക്കാം. എനിക്കിഷ്ടമായി ആ ഭാഷ. അതാണ്
അപ്പോൾ നമ്മളൊന്ന് പഠിക്കണേലതാണ്. പിന്നെ സിനിമ. അപ്പോൾ ഈ കാലത്തിന് 80s തുടക്കമല്ലേ, അപ്പോൾ തമിഴിൽ സിനിമകൾ വലിയ തോതിൽ മാറണ ഒരു കാലം. ഈ 70s അവസാനം തൊട്ടാണ് മാറ്റം തുടങ്ങുന്നത്. ഭാരതരാജ, ബാലുമഹേന്ദ്ര, ഇളയരാജ, മഹേന്ദ്രൻ ഇവരുടെയൊക്കെ സിനിമകൾ വരുന്നു. അതിനു മുമ്പുള്ള സിനിമയൊന്നും വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ളത്. രാജാ സാറിൻ്റെ പാട്ടുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഈ തമിഴിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. കിഴക്കേ പോകുന്ന റയിൽ 16 വയതിൽ കുറച്ചും കൂടെ മുമ്പാണ്. അതിന് ശേഷം വരുന്ന ഈ ഇരുതലൈ രാഗം, നെഞ്ചത്തേക്കുള്ള സുഹാസിനിയുടെ ആദ്യത്തെ പടം, മഹേന്ദ്രൻ, ഉദരിപ്പൂക്കൾ, ഒരുപാട് അതുവരെ ഉണ്ടായിരുന്ന തമിഴ് കൊമേഴ്സ്യൽ സിനിമയുടെ ഫോമല്ല, കുറച്ചും കൂടെ ഒരു നിലവാരത്തോട് നമ്മുടെ ഭരതൻ പത്മരാജൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഇത്തിരി കൂടെ വേറെ വേഷം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ നമ്മൾ റെയിൽവേ ചേർന്ന അധികം പ്രായമില്ലല്ലോ. അപ്പോൾ സിനിമ കാണുക, വേറെ അങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ റെയിൽവേയിൽ ചേർന്നതിൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ. അപ്പോൾ ലീവ് ഒരു 15 ദിവസം ഒരുമിച്ച് എടുക്കാറായാൽ ഒട്ടൻ്റെ 15 ദിവസം എടുക്കുക, ലക്ഷ്യമില്ലാതെ പോവാണ്. ആ കാലത്തായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടാകും. ഇപ്പം എല്ലാ സ്റ്റേറ്റിലേക്കും പോയി. കുറച്ച് ഇപ്പം ഈ ആസാം കഴിഞ്ഞ് ഇപ്പുറത്തുള്ളതില്ലേ, ഈ മണിപ്പൂർ, മിസോം, അവിടെ ഒന്നും പോയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ബംഗൈഗോൺ വരെയാണ് ബ്രോഡ് ഗേജും. സിലിഗുരി കഴിഞ്ഞ ബംഗൈഗോൺ എന്ന് പറയും. ഇവിടുന്ന് പോകുന്ന ന്യൂ ബംഗൈഗോൺ വരെയുള്ളൂ. ഗുവാഹട്ടിക്ക് നേരെ അന്ന് ട്രെയിൻ ഓടി തുടങ്ങി. ചേഞ്ച് ചെയ്യണം, മീറ്റർ ഗേജിൽ പോകും. അപ്പം നമ്മൾ ഈ ബ്രോഡ് ഗേജിൽ പോകുന്ന സ്ഥലം വരെ പോയി പിന്നെ അങ്ങോട്ട് മാറി അപ്പുറത്തേക്ക് പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പറൊക്കെ ചെറിയ വില്ലേജ് പോലെയുള്ള ചെറിയ സ്റ്റേഷനിലൊക്കെ എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങൾ കൂടുതൽ ഇഷ്ടമാണ്. ഒരുപാട് മലയാളികൾ സ്റ്റേഷൻ മാസ്റ്റേഴ്സായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്. ഇവരൊക്കെ നാട്ടിലൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ ഇതിലാണ് ടിക്കറ്റ് ചെക്കിങ്ങിലല്ലേ. ഇപ്പോൾ ഇവർ ആരെങ്കിലും പരിചയപ്പെട്ട് വയ്ക്കും, പിന്നെ അവനുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകും. ഞാൻ ഓർക്കുന്നുണ്ട് ചിൽക്ക എന്ന് പറയുന്നത്. ചിൽക്ക കേട്ടില്ലേ നീ? ഫ്രഷ് വാട്ടറിലേക്ക് ഇവിടെ ബരാംപൂർ. ഇപ്പം ചിൽക്ക റെയിൽവേ സ്റ്റേഷൻ, ഒരു കൊച്ചു സ്റ്റേഷൻ, വണ്ടികളൊന്നും നിൽക്കൊന്നുമില്ല. അവിടെ ഇങ്ങനെ സ്പീഡിൽ പോണത് കാണാമെന്നുള്ള ഒരു പാസഞ്ചർ ട്രെയിൻ. അവിടെ സ്റ്റേഷൻ മാസ്റ്റർ മലയാളിയായിരുന്നു. അപ്പം ഞാൻ ഒരിക്കൽ അവിടെ പോയി താമസിച്ച് ഈ സ്ഥലമൊക്കെ കണ്ട്, ഈ കൊട്ടവഞ്ചിയിൽ ലഗൂണുകളും. അതിന് ശേഷം ഞാൻ പിന്നെ കുറേ അടുത്ത കാലത്ത് ഒരിക്കൽ ചിൽക്കയിൽ പോയപ്പോൾ അത് വളരെ കൊമേഴ്ഷ്യലൈസ്ഡായി. അത് രൂപയല്ല, നമ്മൾ പണ്ട് കണ്ട സ്ഥലമല്ല, ഫുള്ളായിട്ട് മാറി. അപ്പം നിറയെ യാത്രകൾ രാജസ്ഥാനിലാണെങ്കിൽ, UP, ഡൽഹി, എല്ലാ സ്റ്റേറ്റിലും, ചിലപ്പോൾ ലോസോപ്പയിൽ വരെ പോയിട്ടുണ്ട്. നമ്മുടെ ലീവ് കഴിഞ്ഞാൽ പോവാനുള്ള ആവേശം കൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് വേറെ പോവാൻ മറ്റുള്ളവർ പ്ലാൻ ചെയ്യണ പോലെ അത്ര ബുദ്ധിമുട്ടില്ല. മിക്കവാറും സ്ഥലത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേഷനാണെങ്കിൽ ടിക്കറ്റ് എക്സാമിനേഴ്സിൻ്റെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ ഉള്ളവരോടൊക്കെ സദേൺ റെയിൽവേയിലെ TT ആണെന്ന് പറഞ്ഞാൽ ആവോ. അപ്പോൾ അവിടെ അങ്ങനെ കൂടാവും. അപ്പോൾ അത്ര എക്സ്പെൻസീവും ഇല്ല, എന്നാൽ നമ്മുടെ യാത്രയൊക്കെ നടക്കും. അങ്ങനെ നിറയെ യാത്ര ചെയ്തിരുന്നേക്ക്. അപ്പം 2-3 കാര്യങ്ങൾ നടന്നു. ഈ തമിഴ് ഭാഷ നമുക്ക് കൂടുതൽ ഇതായി. ഇത് പക്ഷെ അങ്ങനെ ഒരു 3-4 കൊല്ലമൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അപ്പം പിന്നെ തോന്നുകയാണ് ഒരു വലിയൊരു നഷ്ടം പോകുന്നത്. നമ്മൾ ഇത് ഡിഗ്രി വെച്ച് അവിടെ നിർത്തിയത് അബദ്ധമായില്ലേ, തുടർന്ന് പഠിക്കാതെ. ഇത് എന്താ പറഞ്ഞാൽ ആദ്യം ഈ TT ആയിട്ടുള്ള ഇതിൽ നോക്കുമ്പോൾ കുറച്ച് ദിവസമായാലും ഇങ്ങനെ ഭ്രമിച്ച് നടന്നു പോയി. കോട്ടും ടൈയും ഒക്കെ ഉണ്ട്, ആളുകളൊക്കെ ഒന്നും വലിയ നമ്മുടെ. അപ്പോൾ ഇതെന്തോ വലിയ കാര്യമാണെന്ന്, ചെറുപ്പമല്ലേ, ഒരു 10-21 വയസ്സാവുന്നല്ലേ. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയാണത് മനസ്സിലായി, ഇത് വലിയ കാരിയർ ഗ്രോത്ത് ഒന്നുമില്ല. നമുക്ക് അതിൻ്റെ ഇതിലൊരു 2-3 സ്റ്റെപ്പ് ഇങ്ങനെ പോവാം, ഇങ്ങനെ ജോളിയായിട്ട് പോവാം. അതൊഴികെ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. ഒരു തരം ഡെഡ് എൻഡാണ്. പക്ഷെ അതിൽ വരേണ്ടവരാരും വേറൊരു സ്റ്റേജിലേക്ക് പോകണമെന്ന് അങ്ങനെ താല്പര്യപ്പെടാറില്ല, ഇതിൽ ഹാപ്പിയാണ്. അപ്പം എനിക്കിത് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, ഇത് നമ്മുടെ ഒരു ലൈഫിൽ ഒരു 10-60 വയസ്സ് വരെ ഇതേ ടോണിൽ പോകണത് അത്ര
സുഖമായിട്ട് തോന്നി. അപ്പം വീണ്ടും നമ്മുടെ പഠനം തുടരണം. അപ്പം ഞാൻ PGക്ക് എക്കണോമിക്സിന് രജിസ്റ്റർ മദ്രാസ് യൂണിവേഴ്സിറ്റി. എന്നിട്ട് എക്കണോമിക്സിൽ PG ചെയ്തു. പിന്നെ ട്രാൻസ്പോർട്ട് എക്കണോമിക്സ് ഞങ്ങളുടെ ഒരു റെയിൽവേയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട് ഡൽഹി, അവിടുന്ന് ട്രാൻസ്പോർട്ട് എക്കണോമിക്സ് ചെയ്തു. പിന്നെ ആ സമയത്ത് എനിക്കിങ്ങനെ തോന്നി, എന്താണെന്ന് വെച്ചാൽ ഈ എക്കണോമിക്സ് കുറേ പഠിച്ചു കഴിഞ്ഞപ്പോൾ അത് വളരെ ത്രില്ലിംഗ് ആയിരുന്നു. ഇതൊക്കെ 80s ലേറ്റ് 80s ആണ്. മൊത്തം ഗ്ലോബൽ പൊളിറ്റിക്സ് ഇങ്ങനെ മാറുന്ന സമയമല്ലേ. നമ്മൾ വായിക്കുന്നുണ്ട് പല നമ്മുടെ ഒരു കാലത്ത് സ്വപ്നലോകമായിട്ട് നമ്മൾ കണ്ടിരുന്ന സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങുന്നുണ്ട്. അത് ഇല്ല എന്ന് ചിലർ പറയുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ സോൾഷനസിന് നോബൽ പ്രൈസ്, അലക്സാണ്ടർ സോൾഷൻ, ഗുലാഗ് ആർച്ചിപ്പില ലൈബ്രറിയിൽ ഗുലാഗ് വന്നു. അപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ഒരു നോബൽ പ്രൈസ് വിന്നറുടെ പുസ്തകം ഇന്നത്തെ പോലെയല്ലോ, ആക്സസ് കുറവല്ലേ. വന്നു കഴിഞ്ഞാൽ അത് ആദ്യം മാഷന്മാരുടെ കയ്യിലായിരിക്കും, പിന്നെയൊക്കെ നമുക്ക് കിട്ടും. എങ്ങനെയോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ എടുത്തവനൊന്നും അത് അത്ര ലൈറ്റല്ല. ആവേശത്തോടു കൂടി എടുത്ത ആളുകൾ പെട്ടെന്ന് തിരിച്ചു കൊടുത്തതാവോ എന്തോ നമുക്ക് കിട്ടി കുറച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ധാരാളം പാർട്ടി സുഹൃത്തുക്കളും ഉണ്ടല്ലോ, ഡോണ്ട് റീഡ് ഗുലാഗ്, കമ്മ്യൂണിസ്റ്റ് അല്ല ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ. ഗുലാഗ് വായിക്കരുത്. സോഷ്യലിസ്റ്റിനെയൊക്കെ കംപ്ലീറ്റ് CIA സ്പോൺസേഡ് റൈറ്ററാണ്. നിങ്ങൾ സോഷ്യലിസ്റ്റിനെ വായിക്കാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചേട്ടന്മാർ ഓരോരുത്തർ നമ്മളോട് പറയാൻ തുടങ്ങി. അപ്പം എന്തായാലും സോഷ്യലിസ്റ്റിനെ വായിക്കണം. നമ്മളോട് വായിക്കരുത് എന്ന് പറയുമ്പോൾ സംതിങ്. അപ്പം അങ്ങനെ വായിക്കാം. അപ്പം ഇതിൻ്റെ ഒരു പാരലായിട്ട് പോയിക്കൊണ്ട്, അപ്പം ഈ 80s ഒരു ഇതിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വായനയെ കൂടി നമ്മളിലേക്ക് പലതരത്തിൽ വരുന്ന ഇതൊക്കെ പോവി വിജയൻ്റെ ലേഖനങ്ങളൊക്കെ ഭയങ്കര സന്ദേഹം. ഇപ്പോൾ മനുഷ്യരുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണെന്നും ഒക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നൊരു ഫിലോസഫി പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ അതിൽ ഇംപ്ലിമെൻറ്റേഷനിൽ പ്രശ്നങ്ങളുണ്ട് എന്ന സംശയങ്ങൾ നമുക്ക് തോന്നുന്നൊരു കാലമുണ്ടല്ലോ. അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ശരിയായിരിക്കും, ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ ആയിരിക്കും, നമ്മളതിൽ പോയി വീഴാൻ പാടില്ല. CIA സ്പോൺസേഡ് ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ ഒന്നും നമ്മൾ വായിക്കാൻ പാടില്ല നമുക്ക് തോന്നും. എന്നാൽ ചില സമയത്ത് തോന്നും അത് ശരിയല്ലോ, ഈ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമില്ലേ എന്ന് നമുക്ക് സംശയം. അങ്ങനെ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് തോന്നുന്നൊരു പീരീഡ്. അപ്പം ഈ പ്രോഗ്രസ് പബ്ലിക്കേഷൻസിനെ കത്തയച്ചിട്ട് അവർ അവിടുന്ന് പുസ്തകം ഫ്രീ ആയിട്ടൊക്കെ പുസ്തകം അതൊക്കെ വന്നിരുന്നു. അപ്പം അതൊക്കെ വന്ന് അത് ഒക്കെ വായിച്ച് നമ്മൾ ആവേശം കൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് പ്രൊപ്പഗാൻഡ. ഈ കൈ കിട്ടിയത് ഇന്ത്യയുടെ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം അത് വലിയ കാര്യമായിട്ട് നമ്മൾ വായിച്ച് നല്ല ഇതിൽ നിൽക്കുമ്പോൾ പറയാം അത് പ്രൊപ്പഗാൻഡയാണ്. അപ്പം ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഇത് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇതായി നിൽക്കുമ്പോൾ കൂടുതൽ ഒരേ ദിവസം തോറും കൺഫ്യൂഷൻ കൂടി വരുന്ന സമയം. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ എക്കണോമിക്സിൽ കൂടുതൽ ഭ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ പോക്ക് ആ വഴിയിലായി കുറേ കാലം. ഞാൻ റോയൽ എക്കണോമിക് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തു. എക്കണോമിക് ജേണൽ സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അത് വായിക്കാൻ തുടങ്ങി. എക്കണോമിക് ട്രിക്സിൽ താല്പര്യം കൂടി. നമ്മൾക്ക് ഈ കണക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ഇത് നമുക്ക് കുറേ കൂടെ വായിക്കും. അപ്പോൾ മറ്റ് ലിറ്റററി റീഡിംഗ് ഒക്കെ ഒത്തിരി ഇങ്ങനെ പിന്നിലിരിക്കും. വായിക്കുന്നുണ്ട്, പക്ഷേ ഇതിനോട് റിലേറ്റ് ചെയ്ത സാധനങ്ങളാണ് വായിക്കുന്നത്. ഗ്ലോബൽ പൊളിറ്റിക്സ് അതിൻ്റെ പല ലെയറുകളിലേക്ക് ഇങ്ങനെ പോയി. അങ്ങനെയൊക്കെ നമ്മുടെ വായന കുറേ കാലം പോയിക്കൊണ്ട്. അപ്പം അതിന് മുമ്പ് ലിറ്ററേച്ചറിനോട് ഉണ്ടായിരുന്ന അടുപ്പം ഇങ്ങനെ കുറച്ച് കുറഞ്ഞു വരികയായിരുന്നു. ലിറ്റററി റീഡിങ്ങേ കുറഞ്ഞ ഈ സമയം. പിന്നെ അധികവും കേരളത്തിന് പുറത്തായി. അപ്പം മലയാളത്തിലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആനുകാലികങ്ങളൊക്കെ വായിക്കുന്നത് കുറഞ്ഞു. അപ്പം സത്യത്തിൽ ഇവിടെ മലയാളം ലിറ്ററേച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര അവെയർ അല്ലാത്ത 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ആക്സസിബിലിറ്റി, 2
നമ്മുടെ ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നോണ്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ക്രിപ്മാനെ വായിക്കും, പോൾ ക്രിപ്മാനെ സ്ഥിരമായിട്ട് വായിക്കും. അപ്പോൾ അങ്ങനത്തെ ലൈനിൽ ഞാൻ പോകും. എന്താ വെച്ചാൽ ആ വായനയ്ക്ക് ആ കാലത്ത് ഈ സംശയങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ ഉള്ളിലെ കാര്യങ്ങളെ പറ്റി ചിലത് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഹംഗറിയിലെ ഇതിനെപ്പറ്റി പറയുന്നു. അപ്പോൾ ഒക്കെ നമുക്ക് കൂടെ നമ്മുടെ ഉള്ളിൽ വരുന്ന ചില സംശയങ്ങൾ, അന്നാണെങ്കിൽ നമുക്ക് സംശയം പരിഹരിക്കാനുള്ള വകുപ്പൊന്നുമില്ല. നമ്മൾക്ക് അറിയാവുന്ന പലരോടും ചോദിച്ചാൽ ഉടനെ പറയുന്നത് ഇതൊക്കെ ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡയാണ്, അതൊന്നും ഇപ്പം എല്ലാം ശരിയാവുമെന്ന് പറയുന്ന തരത്തിലാണ്. ഇങ്ങനെയൊക്കെ കുറേ കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിന് ഇടയിൽ എൻ്റെ ജോലിയിൽ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിലേക്ക് പ്രൊമോഷനായി. അത് പെട്ടെന്നായി, ഒരു 2 years. ഞാൻ കുറച്ച് കാലം കാലിക്കറ്റ് വർക്ക് ചെയ്തു, 82-ലൊക്കെ. ഒരു നല്ല കാലമായിരുന്നു. ഒരു കൊല്ലത്തോളം പരപ്പനങ്ങാടി താമസിച്ചിരുന്നു ഒരു കൊല്ലം ആ കാലം. അപ്പോൾ കോഴിക്കോട് അന്ന് വളരെ നല്ല കാലം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് താമസിക്കാൻ എനിക്ക് വളരെ ജൂനിയർ ആയതുകൊണ്ട് ക്വാർട്ടേഴ്സ് കിട്ടും, കുറേ വെയിറ്റ് ചെയ്യും. അപ്പോൾ വീട് എടുത്ത് താമസിക്കാനുള്ള അത്രയും പൈസ ഈ ശമ്പളത്തിൽ ഇല്ല. ഹൗസ് റെൻ്റ് അലവൻസ് ഉണ്ട്, വളരെ ചെറിയൊരു പൈസയുള്ളൂ. 72 രൂപ 50 പൈസയാണ് ഞാൻ ഈ ഇവിടെ ചേർന്ന കാലത്ത് ഹൗസ് റെൻ്റ് അലവൻസ്. അപ്പം അന്നൊരു 100-150 രൂപയെങ്കിലും മിനിമം ഇല്ലാതെ കോഴിക്കോട് രക്ഷയില്ല. 72 രൂപ 50 പൈസക്ക്. അപ്പം അങ്ങനെ അന്വേഷിച്ചിട്ടാണ്. അപ്പം എൻ്റെ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞു, നമുക്ക് നീ കുറച്ച് അപ്പുറത്ത് താമസിച്ചാലും പ്രശ്നമില്ല, തീവണ്ടിയിൽ വന്ന് പോകാമല്ലോ ജോലിക്ക്, നമ്മുടെ വണ്ടിയല്ലേ. അപ്പം അതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും താമസിക്കുന്നു. ഇപ്പോൾ ഒരു ഹാജിയാരുണ്ട് പരപ്പനങ്ങാടിയിൽ, അയാൾ മുട്ടായി തെരുവിൽ കച്ചവടമുള്ള, മൂപ്പരോട് പറഞ്ഞാൽ ശരിയാക്കി തരും. അപ്പം ഇദ്ദേഹം വന്ന സമയത്ത് പറഞ്ഞു, പുള്ളിക്കൊരു വീട് അവിടെ ശരിയാക്കി തരും. അങ്ങനെ ഞാൻ പരപ്പനങ്ങാടിയിൽ ഒരു കൊല്ലത്തോളം കാലം അവിടെ താമസിച്ചു. അതൊക്കെ എൻ്റെ ആറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ ഒക്കെ മാറ്റുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ പരപ്പനങ്ങാടിയിൽ താമസിച്ച് ഇത്രയും കാലം മുമ്പ് ഇപ്പോഴും ആ വീട്ടുകാരായിട്ട് നല്ല സൗഹൃദം. ഞാൻ 19 സ്ഥലത്ത് വർക്ക് ചെയ്തു റെയിൽവേയിൽ. 35 കൊല്ലം ജോലി ചെയ്ത് 19 സ്ഥലത്ത് വർക്ക്. അതിൽ ഈ ഒന്നിച്ചില്ലാനും കൊല്ലം വർക്ക് ചെയ്ത കോഴിക്കോട് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഇപ്പോഴും ആ കാലത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ ഈ 82-83 കാലത്ത് വർക്ക് ചെയ്താൽ ഇപ്പോഴും കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിൽ എഴുത്തിലെ സൗഹൃദമല്ല, പണ്ട് ഈ റെയിൽവേ കണക്കിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനത്തെ വേറെ ഒരു സ്ഥലവും എൻ്റെ സർവീസിലുണ്ടായില്ല. ഞാൻ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയുടെ ചില പ്രദേശത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് സംഭവം. അപ്പം അങ്ങനെ പിന്നെ അത് കോഴിക്കോട് നല്ല രസമായിട്ടുള്ളൊരു കാലമായിരുന്നു. ഞാൻ പല പ്രധാനപ്പെട്ട എഴുത്തുകാരെയൊക്കെ ആ കാലത്താണ് പരിചയപ്പെടും. ഈ കോഴിക്കോടുകാർ, പുനത്തലിനെ, OV വിജയന്, ഇഷ്ടംപോലെ. പിന്നെ അവിടെ ഒരു നീലഗിരി ലോഡ്ജ് എന്ന് പറഞ്ഞൊരു, ഇപ്പോൾ അതില്ല, ആനിഹാൾ റോഡിൻ്റെ സൈഡിലായി. അപ്പോൾ അവിടെ എഴുത്തുകാർ സ്ഥിരം ഒത്തുകൂടുന്ന സ്ഥലം. VK അവിടെ വെച്ചാൽ VK ഒരുപാട് പേര് ആ കാലത്ത്. അന്ന് എയർപോർട്ടില്ല കോഴിക്കോട്. എല്ലാവരും കോഴിക്കോട്ടേക്ക് വരാനും പോകാനും ഒക്കെ മെയിൻ റോഡുകൾ ഇത്രയൊന്നും ആയിട്ടില്ല, ഒക്കെ ട്രെയിനിലാണ് വരുന്നതും പോകുന്നു. അപ്പം മിക്കവാറും പിന്നെ ട്രെയിനുകളുടെ എണ്ണം ഇത്രയില്ല. കൊങ്കൺ ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അത്ര ബിസിയല്ല. ചിലപ്പോൾ 1-2 മണിക്കൂർ നേരത്തേക്കൊന്നും ട്രെയിനൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഒരുപാട് പേര് കാണാനൊക്കെ. ഇപ്പോൾ OV വിജയനെ കണ്ട ഞാൻ എപ്പോഴും ഓർക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അന്ന് സിമിയുടെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ OV വിജയൻ വന്നു. അപ്പം ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ അങ്ങോട്ട് പോയി തിരക്കിൽ വണ്ടി ഇറങ്ങിയിട്ട് പോയതാണ്. തിരിച്ചു പോണ ദിവസം ഞങ്ങളുടെ വണ്ടി ആയതുകൊണ്ട് ലേറ്റായി. ഇദ്ദേഹം വന്നപ്പോൾ ഇന്നത്തെ പോലെ ലേറ്റ് അറിയാനുള്ള ഇതൊന്നുമില്ലല്ലോ. വണ്ടിയുടെ ടൈമിൽ വന്നു, വണ്ടി ലേറ്റാണ്, അരമണിക്കൂർ വന്നു. ഇപ്പോൾ കുറേ നേരം. അപ്പം ആ സമയത്ത് ഞങ്ങൾ കണ്ട് സംസാരിച്ചു, പരിചയപ്പെട്ടു. ആ സൗഹൃദം അവസാന കാലം വരെ
ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാൻ പരിചയപ്പെടാനൊക്കെയുള്ള ഒരു അവസരം കിട്ടിയ പുനത്തിലിൻ്റെ കാലത്താവുന്നു. പല തരത്തിലുള്ള ആളുകൾ, ഇനിയിപ്പോൾ എഴുത്തുകാരായിട്ടുള്ള ആളുകളെ മാത്രം നമുക്കൊരു ലൈഫിലൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു കാലമാണ് 90കളുടെ തുടക്കം വരുമ്പോൾ. അത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുന്നു. സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ആവുന്ന അപ്പം അത് വലിയൊരു ഷോക്ക്. ആ കാലത്തുള്ള ഞങ്ങളുടെ പ്രായമുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക് തന്നെയാണ്. നമ്മൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരം, എൻ്റെ അച്ഛനൊക്കെ പറയായിരുന്നു, ഈ സോവിയറ്റ് നാട് മാസിക വീട്ടിൽ കാണിച്ചിട്ട് ഒന്നും പഠിക്കില്ല, അതേപോലെ ആവും നമ്മൾ. അത് ഗോതമ്പ് വയലിൻ്റെ ഒക്കെ പടം, നല്ല തുടിത്ത കുട്ടികളുടെ പടമൊക്കെ കണ്ട് ഞാനതൊക്കെ കണ്ട് വിശ്വസിച്ചിരുന്നു. നമ്മുടെ നാട് ഇതേപോലെ ആവും, ഇന്നല്ലെങ്കിൽ നാളെ. എൻ്റെ അച്ഛൻ ആത്മാർത്ഥമായി ഇതൊക്കെ വരുന്ന വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. അന്ധമായിട്ട് വിശ്വസിച്ചു, ഒരു മതത്തിലെ റിലിജിയൻ പോലെ. ഞാനൊക്കെ ഇടയ്ക്ക് ചെന്നിട്ട് ഇതിൻ്റെ എന്തെങ്കിലും തടസ്സം വല്ലതൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം അത് നമ്മുടെ വിവരക്കേടുകൊണ്ടാണ്. പാർട്ടി ലെവലിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ അച്ഛനോട് ചെന്ന് ചില സമയത്ത് നമ്മൾ തർക്കിക്കുമല്ലോ. അച്ഛനാകുമ്പോൾ നമ്മൾ തർക്കിക്കുകയല്ലേ, അതങ്ങനെ ചെയ്ത് അത് ചെയ്ത് ശരിയായി ഇത് ചെയ്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ നിനക്ക് എന്താ അറിയാം, നമ്പൂരിപ്പാട് ഒരു വഴി കണ്ടുണ്ടാവും. അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് പറയുന്നത്. അത്ര എൻ്റെ വീട്ടിലൊറ്റ ഫോട്ടോ ഇത് ചുമരിലുണ്ടായിരുന്നു, EMSന്റെ മാത്രം. അച്ഛൻ പൂർണ്ണമായിട്ട് എന്താ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഇതുണ്ടെന്ന് അത്ര വിശ്വസിച്ചിരുന്നു. അപ്പം നമുക്കും നമ്മളങ്ങനെയാണല്ലോ ഗ്രൂമിങ് വരും. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ തകരുക എന്ന് പറയുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, വിശ്വസിക്കാനും. ആ തകർന്നു എന്ന് പറയുന്നതിൻ്റെ പ്രൊപ്പഗാൻഡ എന്ന് സംശയം. പക്ഷേ റിയാലിറ്റിയാണ് ഇത്തിരി കഴിയുമ്പോൾ അത് വ്യക്തമാവുന്നുണ്ടല്ലോ. അപ്പം അത് വല്ലാണ്ട് നമ്മളെ ഒലച്ച് കളയും. വലിയൊരു അൺസർട്ടനിറ്റി. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ സമയത്താണ് ഇങ്ങനെ തോന്നുന്നത്. അതിൻ്റെ നമ്മളീ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള തകർച്ചയാണെങ്കിൽ അതെന്താണെന്ന് അറിയണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ലൈനിലാണല്ലോ വായനയൊക്കെ പോകണം, എക്കണോമിക്സും അതിൻ്റെ ഇതുമായിട്ടില്ല. അപ്പോൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വലിയ കുഴപ്പമില്ല, അതും കമ്മ്യൂണിസ്റ്റ് രാജ്യം. ഇപ്പുറത്തെ സോവിയറ്റ് യൂണിയൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് അറിയണം. എന്നിട്ട് ഞാൻ ഒരു റിസർച്ച് ചെയ്യാൻ പോകും. അപ്പോൾ ഈ റിസർച്ച് ചെയ്യാൻ പോണ സമയത്ത് എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരാൾ റെയിൽവേ ജോലി വെച്ച് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല എന്നൊന്നും ചിന്തിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ റിസർച്ച് ചെയ്തിട്ട് ഇപ്പോൾ റെയിൽവേ ജോലി നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അത് നമ്മുടെ താല്പര്യം കൊണ്ട് പോകും. അപ്പോൾ അവസാനം ഒരു വിഷയം ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ 77 മുതൽ 87 വരെ ഡങ് സിയാവോപിങ് നടപ്പാക്കിയ എക്കണോമിക് ലിബറലൈസേഷൻ ചൈനയിൽ, അതിനെ പറ്റിയിട്ടൊരു സ്റ്റഡി നടത്തും. അപ്പോൾ അതിന് ഉള്ള പണികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. 87 ഡങ് ടൈം വാരികയുടെ മാൻ ഓഫ് ദി ഇയർ കവറിൽ ഡങ്ങിൻ്റെ പടാവ്. ഞാൻ കുറേ മദ്രാസിലുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല ഇതുപോലെ വായിക്കാനുള്ള ഒരുപാട് ആക്സസ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് അത് ചെയ്യാം. കുറേ കാര്യങ്ങളൊക്കെ അതിൽ മുമ്പോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. വല്ല ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലോ അല്ലെങ്കിൽ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലോ ഒക്കെ സ്ഥിരം ഒരു റിസർച്ചറായിരുന്നിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ കൊണ്ട് ഒരു റെയിൽവേ ജീവനക്കാരനായിരുന്ന് കുറച്ച് മെയിൻ ലൈബ്രറികളിലുള്ള ആക്സസ് ഉണ്ട്, കുറച്ച് സീനിയർ അധ്യാപകരൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്. അതൊന്നും വെച്ച് ഇത് നടക്കില്ല എന്നുള്ളത്. അതുമാത്രമല്ല, ഇതിൻ്റെ നമുക്ക്
നിങ്ങളുടെ എക്കണോമിക് ഇതുള്ളവർക്ക് അറിയാം, ഡാറ്റയുടെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനം. ഈ ചൈനയുടെ ഒഫീഷ്യൽ ഡാറ്റയുണ്ട്, അത് നമുക്ക് ആക്സസ് ചെയ്യാൻ വഴിയുണ്ടായിരുന്നു. പക്ഷെ അത് ക്രെഡിബിൾ അല്ല, അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ മാനിപ്പുലേറ്റഡ് ഡാറ്റ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു അനാലിസിസ്, ഒരു എക്കണോമെട്രിക് അനാലിസിസ് നമ്മളെ കൃത്യതയിൽ ഉത്തരത്തിലേക്ക് എത്തിക്കില്ലല്ലോ. യഥാർത്ഥ ഡാറ്റ എല്ലാവരും പബ്ലിഷ് ചെയ്യും. അപ്പം അത് ഒരു JNUവിലൊക്കെ ഒരു ചൈനീസ് ഒരു കക്ഷി ഉണ്ടായി, അയാളൊക്കെ പോയി കണ്ട് വെച്ചപ്പോൾ പറഞ്ഞു ഹോങ്കോങ് യൂണിവേഴ്സിറ്റി ഇതേ പാരലായിട്ട് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതിന് അന്വേഷിക്കാനുണ്ട്. അപ്പം അതൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെയും പ്രശ്നമാണ്. എന്താ വെച്ചാൽ അവരുടെ ഉദ്ദേശം ഇവർ പബ്ലിഷ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് സ്ഥാപിക്കത്തക്ക രീതിയിലാണ് അവരും ഹിഡൻ ഇൻട്രസ്റ്റാണ്. രണ്ടും നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാവുന്നതല്ല. അതിൻ്റെ അപ്പുറത്ത് ഉപയോഗിക്കാൻ നമുക്ക് ആക്സസ് ഒന്നുമില്ലല്ലോ അതിനുള്ളിൽ. അപ്പം ഞാനിങ്ങനെ ആകെ വഴിമുട്ടി നിന്നു. പിന്നെ എനിക്ക് സ്വയം ബോധ്യമായി, എന്നാൽ ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ വേണമെങ്കിൽ അതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കാമെന്നല്ലാതെ വേറൊരു കാര്യം ചെയ്യാനുള്ള സൗകര്യം എനിക്കില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റെയിൽവേ ജോലിയൊക്കെ വിട്ട് പൂർണ്ണമായിട്ട് ഇതിൽ പോകണം. അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ വിട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇത് ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. പിന്നെ കൂടുതൽ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ഫുക്കുയാമയുടെ ഒരു എൻഡ് ഓഫ് ഹിസ്റ്ററി, പിന്നെ ഒരുപാട് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമായി എന്താണ് ഇത് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്താണ്. അപ്പോഴേക്കും കുറച്ചും കൂടെ ഓപ്പൺ ആയില്ലോ നമുക്ക്. ആ കാലം മാറിയില്ലേ. ഇപ്പോൾ ഒരു 95, 96 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആക്സസ് ഉണ്ട്, പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇത് തകർന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മൊത്തം പുറത്തേക്ക് വരുന്നത്. പല തരത്തിലുള്ള അതിനെപ്പറ്റിയുള്ള അനാലിസിസുകൾ ഇപ്പോൾ യൂറോ കമ്മ്യൂണിസ്റ്റുകളുടെ ഇവിടെയുള്ള ആളുകളുടെ ചിലപ്പോൾ ആദ്യത്തെ ന്യായീകരണമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഇപ്പോൾ റിയാലിറ്റി അഡ്രസ്സ് ചെയ്യേണ്ട സ്ഥിതി. അപ്പം അങ്ങനെ ഒരു 90-കളിൽ 96, 97 കാലമാകുമ്പോഴേക്കാണ് എനിക്കിതിനെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതണം എന്നൊരാഗ്രഹം. എന്നാൽ ഞാൻ ഇതിന് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെനക്കെട്ട് കുറേ ഡാറ്റ കളക്ഷനും റീഡിങ്ങും അതിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രിപ്പറേഷൻ ചെയ്തിരുന്നു ഈ 77 to 87 പീരീഡിലുള്ള കാര്യം. അപ്പം അത് ഇന്ന് കിട്ടിയ ചില നമ്മുടെ എന്താ ഒരു ഇൻസൈറ്റ് മനുഷ്യനെ പറ്റി, എന്താണ് ഡങ് ചെയ്തത്, എങ്ങനെയാണ് ഇത് കമ്മ്യൂണുകൾ അല്പാൽപമായിട്ട് അബാൻഡൻ ചെയ്തു. ഡങ്ങിൻ്റെ പല പരിപാടികളിലൊന്നാണ് ഇപ്പോൾ കമ്മ്യൂണുകൾ എന്നുള്ള ബേസിക് യൂണിറ്റിനെ തന്നെ കൈവച്ചിട്ടാണ് പല ഒരു 100 കണക്കിന് പരിഷ്കാരങ്ങൾ ഒറ്റതിൽ വരുന്നത്. അപ്പം ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് മിക്കവാറും കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ ഒരു ഗ്രീഡിനെ കുറച്ചായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ്. ഈ കോട്ട സിസ്റ്റം മാറ്റി നിങ്ങളൊരു എക്സസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രൈവറ്റ് മാർക്കറ്റിൽ വിൽക്കാനുള്ള ഇതൊക്കെ കൊടുക്കും. അങ്ങനെ പല കാര്യം. അപ്പം ഇതൊക്കെ കുറച്ചിങ്ങനെ തിരിച്ചു. അപ്പം മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവങ്ങളെ പറ്റി നമ്മൾ മുമ്പ് കരുതിയിരുന്ന പോലെ ആളുകൾ ദയ, കരുണ, ഇതൊക്കെ മനുഷ്യന്മാരിൽ എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? ഇപ്പം ഈ ആഹാരം, വസ്ത്രം, പാർപ്പിടം കിട്ടിയ എല്ലാവരും തൃപ്തരായി സന്തോഷമായിട്ട് ജീവിക്കൂ, അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊരു തിരിച്ചറിവ് വരുന്നതാണ്. അപ്പം ആ സമയത്താണ് ഇത് നമ്മൾ കുറേ മെനക്കെട്ട് അത് ഇടയ്ക്ക് ഉപേക്ഷിച്ചു. അത് നമുക്ക് റിസർച്ച് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ തോന്നി ഇരിക്കുന്ന സമയത്ത് അതിനിടയിൽ ജോലിയിൽ വീണ്ടും മാറ്റം. ഞാൻ ഗുഡ്സ് ഗാർഡായി. അത് 92-ലാണ്. റെയിൽവേയിൽ ഗുഡ്സ് ഗാർഡിൻ്റെ ജോലി വളരെ
ബുദ്ധിമുട്ടുള്ള ജോലി. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്കതിലേക്ക് പോകേണ്ട വന്നത്. ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പാരലായി. അതുകൊണ്ടാണ് ഈ 35 കൊല്ലത്തിൽ 19 സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ പോകേണ്ട വന്നത്. ഹയർ അപ്സിലുള്ളവരായിട്ട് അത്ര നല്ല ഇക്വേഷൻസ് ആയിരുന്നില്ല പലപ്പോഴും. ഗാർഡ് ജോലി റെയിൽവേയിൽ സാമ്പത്തികമായിട്ട് തിരക്കില്ലാത്ത ജോലിയാണ്. നല്ല ശമ്പളം കിട്ടും. മറ്റുള്ള പല പോസ്റ്റിനേക്കാൾ നമ്മുടെ ഇൻകം വൈസ് എന്താണെന്ന് വെച്ചാൽ അത് ഇത്ര നോർമൽ സാലറിക്ക് പുറമെ നമ്മൾ ഇത്ര കിലോമീറ്റർ ദൂരം വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ അലവൻസ് ഉണ്ട്. നമ്മൾ ഇത്ര മണിക്കൂർ എന്നുള്ളൊരു ഇതുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പൈസ എന്നൊക്കെ പറഞ്ഞ് സാമ്പത്തികമായിട്ട് വളരെ മെച്ചമുള്ള ജോലി. പക്ഷേ വളരെ ഗതികെട്ട ജോലി. എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ് നമ്മൾ അതിൽ. അതിനകത്ത് വെളിച്ചമില്ല, വെള്ളമില്ല. ഈ ഗാർഡ് വാൻ എന്ന് പറഞ്ഞ് ഏറ്റവും ഗുഡ്സിൽ, ഞാൻ മറ്റേ എക്സ്പ്രസ്സിനല്ലാത്ത അതിൻ്റെ ഏറ്റവും പുറകിലായിരിക്കുന്ന ഒരു ഗുഡ്സ് ട്രെയിന് ഒരു 3/4 കിലോമീറ്ററൊക്കെ നീളമുണ്ടാവും. അതിൻ്റെ റിയർ മോസ്റ്റാണ് നമ്മളുണ്ടാവും. നമ്മുടെ ഡ്യൂട്ടി നോർമലി 10 to 12 hours ഒക്കെ വരും. അത്രയും സമയം നമുക്ക് ഒരാളോട് സംസാരിക്കാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാളോട് സംസാരിക്കാതെ ഒരു മനുഷ്യൻ 10-12 മണിക്കൂർ നേരം ഇതിൽ ഇങ്ങനെ. വണ്ടി ഓടുന്ന സമയം വളരെ കുറവായിരിക്കും, നിൽക്കുന്ന സമയമായിരിക്കും കൂടും. എന്താ വെച്ചാൽ ഇത് പതുക്കെ പോകും. ഒരു ഏതെങ്കിലും ഒരു എക്സ്പ്രസ് 2-3 സ്റ്റേഷൻ അപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഒതുക്കി നിർത്തും. പിന്നെ ഇതൊരു 2-3 പോയിട്ടാണ് പിന്നെ പോകും. അപ്പോൾ ഇങ്ങനെ നിൽക്കുക, പിന്നെ പോവുക. ഇങ്ങനെ ചെറിയ സ്റ്റേഷനിലായിരിക്കും മിക്കവാറും ഇതൊക്കെ ഒതുക്കി നിർത്താവുന്ന സ്റ്റേഷൻ. അപ്പം ഞാൻ ഈറോഡ് എന്ന സ്ഥലത്താണ് വർക്ക് ചെയ്തത്. ഈറോഡ് ടു ജോലാർപേട്ട്, ഈറോഡ് പാലക്കാട്, ഈറോഡ് ട്രിച്ചി, ഈറോഡ് മേറ്റൂർ എന്നൊക്കെ പറഞ്ഞ സെക്ടറിലാണ് വർക്ക് ചെയ്തത്. അധികവും ഈ പാലക്കാട് സൈഡിലേക്ക് വരുന്നത് കുറവായിരിക്കും, അപ്പുറത്തായിരുന്നു. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള തമിഴ്നാടാണ് ഈ പറഞ്ഞ പ്രദേശം. ഇവിടുത്തെ പോലെ ഈ ട്രെയിൻസിന് അടുത്തടുത്ത സ്റ്റോപ്പില്ല. അങ്ങോട്ട് പോകും. ഈ സേലം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ജോലാർപേട്ട്, 120 കിലോമീറ്റേഴ്സ്. നമുക്ക് കേരളത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. തിരൂർ കഴിഞ്ഞാൽ താനൂർ, താനൂർ കഴിഞ്ഞാൽ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ പോലെ നിറയെ സ്റ്റോപ്പ്. അവിടെ ഇത്രയും ലെങ്ത്. പക്ഷേ ഈ ഗുഡ്സ് ട്രെയിനുകൾ ഇടയ്ക്ക് ചെറിയ സ്റ്റേഷനുകളിൽ ഓരോന്നിലായിട്ട് ഇങ്ങനെ നിർത്തും. സ്റ്റേഷൻ്റെയൊക്കെ പേര് വളരെ വിചിത്രമായിട്ടുള്ള പേരാണ്. ദൊഡ്ഡംപട്ടി, ദാസംപട്ടി, സാമൽപട്ടി, ബുഡ്ഡിറെഡ്ഡിപ്പെട്ടി. ഇതൊക്കെ ഈ പെട്ടികളാണ് നിറയെ. ഒരു 8-10 കിലോമീറ്റർ ഇടയ്ക്ക് ഇങ്ങനെ. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ നിർത്തും. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ട്രെയിനൊക്കെ ഇങ്ങനെ പോണ കാണാനിരുന്നത്. അപ്പോൾ ഈ ഗുഡ്സ് ഗാർഡ് ഇതിൽ രാത്രി ആണെങ്കിലും പകലാണെങ്കിലും ഇതിൽ ഇങ്ങനെ പോകാമെന്നുള്ള മാത്രം. പകൽ 2 കൊടി ആണ് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് വാക്കി ടോക്കിയോ മൊബൈൽ ഫോണോ ഒന്നുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്റ്റേഷൻ മാസ്റ്റർക്കും ഡ്രൈവർക്കും ഈ കൊടി കാണിച്ചിട്ടാണ്. നമ്മുടെ കാര്യമാണെങ്കിലും വണ്ടിയുടെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും ചോപ്പ് കാണിച്ചാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നിർത്തും. നിർത്തി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വന്ന് നോക്കും. ഇത്രയും. അപ്പം അങ്ങനെ ഒരു ദുരിത കാലമാണ്. അതിനൊക്കെ ഒരു പ്രത്യേകിച്ച് ഷെഡ്യൂളും ഇല്ല. മറ്റേ എക്സ്പ്രസ് ട്രെയിനൊക്കെ ആണെങ്കിൽ ഇത്ര മണിക്ക് വരും, ഇത്ര മണിക്ക് പോകുന്നുണ്ട്. ഇതിന് അങ്ങനെയൊന്നുമില്ല. അതിൽ ഒഴിവുള്ള സമയം നോക്കിയിട്ട് ഇപ്പം നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി 2 മണിക്ക് ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ 12 മണിക്ക് നമ്മളെ ആൾ വന്ന് വിളിക്കും. ഇപ്പോൾ ഫോണിൽ വിളിക്കും, അന്ന് ആൾ വരെയാണ് വിളിക്കും. അതിൽ തമാശ എന്ന് വെച്ചാൽ റെയിൽവേയിൽ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കേട്ടാൽ ചിരി വരുന്നത്. ഈ വിളിക്കാൻ വരുന്ന ആൾക്ക് പറയുന്ന കോൾ ബോയ് എന്ന്. അപ്പോൾ ഞങ്ങൾ തമാശയായിട്ട് പറയും റെയിൽവേയിൽ സ്ത്രീകളെയൊക്കെ നിറയെ ജോലിക്ക് എടുക്കണം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടത്ര ഇപ്പൊ എടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് ഗാർഡായിട്ട് സ്ത്രീകളൊന്നുമില്ല, എപ്പം ഉണ്ട്. അപ്പോൾ ലേഡീസ് ഈ രംഗത്ത് വരുമ്പോൾ ഇതിന്റെ പരസ്യം വരുമല്ലോ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇന്ന പോസ്റ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, കോൾ ഗേൾ, അതിന്റെ ക്വാളിഫിക്കേഷൻ സൈക്കിൾ അറിയണം, 7ാം ക്ലാസ് പാസ്, ഇത്രയും ഉണ്ട്. കോൾ അത്ര അധികം ഒന്നും വേണം. അപ്പോൾ ഈ കോൾ ബോയ് വന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായി പോയാൽ 72 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച്
വീട്ടിലെത്തുള്ളൂ. വേറെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ പോകണം. 3 ദിവസം. അപ്പോൾ കയ്യിൽ ആഹാരം, ഡ്രസ്സ് ഇതൊക്കെ പൊതിഞ്ഞ് പോവാ. അപ്പം ഇങ്ങനെ ഇപ്പോൾ അൺസർട്ടനാണ്. നമ്മളെപ്പോൾ വരുന്നു, ഒരു ദൂരം എവിടെ എത്തുന്നറിയില്ല. ഭക്ഷണം നമുക്കെപ്പോൾ കഴിക്കാൻ പറ്റുന്നറിയില്ല. അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ഇതാണ്. പൈസ കിട്ടുന്നുള്ളത് കവിഞ്ഞ് എല്ലാം അഡ്വൈസാണ്. ഒന്നും വായിക്കാൻ പറ്റില്ല. ഞാൻ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാതെ ഈ ഭക്ഷണം പോലെ വായിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് ഇതിൽ ചെന്നപ്പോൾ ഒന്ന് പത്രമില്ല, പുറം ലോകത്ത് എന്താ നടക്കണേന്ന് നമ്മൾ യാതൊന്നും അറിയാൻ പറ്റില്ല.